Hi students, ക്ലിയൻറ്റിൻ്റെ JEE എക്സാം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ 2022 JEE മെയിൻസ് ഫസ്റ്റ് സെഷൻ. 2 സെഷനായിട്ട് എക്സാം നടക്കുന്നതിൽ ഫസ്റ്റ് സെഷനിൽ +1 ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ റൊട്ടേഷണൽ ഡൈനാമിക്സ് അല്ലെങ്കിൽ റിജിഡ് ബോഡി ഡൈനാമിക്സ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 14 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ താരതമ്യേന നമ്മളൊരു ഡിഫിക്കൽട്ട് ചാപ്റ്ററാണ്, അല്ലെങ്കിൽ പല സ്റ്റുഡൻസും പേടിയോടെ കാണുന്ന ഒരു ചാപ്റ്ററാണ് ഇതെങ്കിലും ഈ തവണത്തെ JEE മെയിൻസിനെ NTA അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. സെക്കൻഡ് സെഷനും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. സോ എനിവേ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കൊന്ന് കടക്കാം. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഫ്ലൈ വീല് ആക്സിലറേറ്റഡ് യൂണിഫോംലി. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ വാക്കുകളുണ്ട്. ഇറ്റ്സ് എ യൂണിഫോം ആക്സിലറേഷൻ. റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 1 സെക്കൻഡ് അത് 5 റേഡിയൻ റൊട്ടേറ്റ് ചെയ്തു ആംഗിൾ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് എത്ര പോകുമെന്നാണ് ചോദ്യം. സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസറാണ്. കാരണം ഇത് മോഷനെ സ്ട്രൈറ്റ് ലൈനിൽ ഈ സെയിം കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒബ്ജക്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്താൽ ഫസ്റ്റ് T സെക്കൻഡ്സ് എത്രയാണോ ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ 3 ടൈംസ് ആയിരിക്കും നെക്സ്റ്റ് T സെക്കൻഡ്സ്. അതിൻ്റെ 5 ടൈംസ് ആയിരിക്കും ഫസ്റ്റ് സെക്കൻഡിൽ പോയതിൻ്റെ ഫസ്റ്റ് T സെക്കൻഡ്സിൽ പോയതിൻ്റെ 5 ടൈംസ് ആയിരിക്കും മൂന്നാമത്തെ ഇൻ്റർവെല്ലായ T സെക്കൻഡ്സിൽ പോകുന്നത്. അതായത് 1:3:5 അങ്ങനെയാണ് പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതേ കോൺസെപ്റ്റ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് T സെക്കൻഡ്സ്, അതായത് ആദ്യത്തെ സെക്കൻഡിൽ 5 റേഡിയൻ വീല് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഇൻ്റർവൽ നെക്സ്റ്റ് സെക്കൻഡിൽ ഇതിൻ്റെ 3 ടൈംസ്, അതായത് 1:3:5 ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് 15 റേഡിയൻ. അപ്പോൾ നമുക്ക് അധികം ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. 15 റേഡിയൻ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ ബി. എളുപ്പം ആൻസർ കിട്ടിയില്ലേ? ഇതായിരുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതും സ്റ്റുഡൻസിന് അത്ര പുതിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. JEEക്ക് സീരിയസ് പ്രിപ്പറേഷൻ നടത്തുന്ന ഏതൊരു സ്റ്റുഡൻറ്റും അറ്റ്ലീസ്റ്റ് മൾട്ടിപ്പിൾ ടൈംസ് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷനും നോക്കാം. ഒരു മീറ്റർ സ്കെയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 1 മീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. അതിനെ നമ്മൾ ഒരു നൈഫ് എഡ്ജിൽ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നമ്മളതിനെ ബാലൻസ് ചെയ്യുന്ന 40 സെൻറ്റിമീറ്റർ മാർക്കിലാണ് അതിനെ ബാലൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 40 സെൻറ്റിമീറ്റർ മാർക്കിൽ ബാലൻസ് ചെയ്തിരിക്കുകയാണ്. നൈഫ് എഡ്ജിൽ 40 സെൻറ്റിമീറ്റർ മാർക്കിൽ നമ്മളതിനെ ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. സോ ഇത് 40 സെൻറ്റിമീറ്റർ മാർക്കാണ്. ഇനി നമ്മൾ ഈ മീറ്റർ സ്കെയിലിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, അതതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്നായിരിക്കും. സോ വെയിറ്റ് mg. ഓക്കെ, അത് 50 സെൻറ്റിമീറ്റർ മാർക്കായിരിക്കും. ആൻഡ് നമ്മൾ 10 ഗ്രാം മാസുള്ള 2 കോയിൻസ് നമ്മൾ 10 സെൻറ്റിമീറ്റർ മാർക്കി വെച്ചിട്ടുണ്ട്. 10 ഗ്രാം മാസുള്ള 2 കോയിൻസ്. അപ്പോൾ രണ്ടിനെയും കൂടെ ചേർത്ത് 20 ഗ്രാം മാസുള്ള 2 കോയിൻസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ mgയും വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ബാലൻസ്ഡ് ആണ് എന്ന് പറയുമ്പം നെറ്റ് ടോർക്ക് 0 ആണ്. നമ്മൾ ഏത് റെഫറൻസ് ചെയ്ത് നോക്കിയാലും നെറ്റ് ടോർക്ക് 0 ആയിരിക്കും. നമുക്ക് ഈ നൈഫ് എഡ്ജ് റെഫറൻസ് ആക്കാം. അപ്പോൾ ഈ പോയിന്റ് റെഫറൻസ് ആക്കിക്കൊണ്ട് നമുക്ക് ടോട്ടൽ ടോർക്ക് കൊടുക്കാം. അതായത് ഈ mg കൊടുക്കുന്ന ടോർക്കും ഇത് രണ്ടും ക്യാൻസൽ ചെയ്യണം. ഈ mgയുടെ ടോർക്കും ഈ രണ്ട് mgയുടെ ടോർക്കും ക്യാൻസലായി പോകണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ mgയുടെ ടോർക്ക് നമ്മൾ എടുത്താൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് mg ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. ഇത് 50 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു നമ്മൾ ആ കോയിൻസിൻ്റെ എടുത്തു കഴിഞ്ഞാൽ mg ഇൻറ്റു ഇത് ഒരു 10 സെൻറ്റിമീറ്റർ മാർക്കിൽ വെച്ചിരിക്കുന്നത്. ഇത് 10, ഇത് 40. അപ്പോൾ ഇത് 30 സെൻറ്റിമീറ്റർ വരും ഇൻറ്റു 30. ഓക്കെ, സോ 10 0 ക്യാൻസൽ ചെയ്യാം, g നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ m ആണ് നമ്മുടെ ചോദ്യം. സോ മാസ് ഓഫ് ദ മീറ്റർ സ്കെയിലാണ് ചോദ്യം. സോ m ഈസ് ഈക്വൽ ടു ഈ ക്യാപിറ്റൽ M എന്ന് പറയുന്നത് 20 ഗ്രാമാണ്. സോ 20 ഇൻറ്റു 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഗ്രാം വരും. പക്ഷേ നമുക്ക് ആൻസർ വേണ്ടത് കിലോഗ്രാമിലാണ്. അപ്പോൾ 60 ഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 60 ഇൻറ്റു 10⁻⁻⁴
-3 കിലോഗ്രാമാണ്. നമുക്ക് x ഇൻറ്റു 10⁻² എന്നാണ് വേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 10⁻² കിലോഗ്രാം. ഓക്കെ, അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് 6 വേണം. എക്സിൻ്റെ സ്ഥാനത്ത് 6. എഗെയിൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എക്സാം ഹോളിൽ ഇങ്ങനെ ഒരു മാച്ച് ദ ഫോളോയിങ് കണ്ട് കാണുമ്പോൾ പെട്ടെന്ന് സ്റ്റുഡൻസ് ഒന്ന് വിചാരിക്കും ഒരു ലെങ്തി ക്വസ്റ്റൻ ആണെന്ന് പെട്ടെന്ന് തോന്നും. പക്ഷേ ഒന്ന് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് സന്തോഷം വരും, കാരണം സിമ്പിൾ ക്വസ്റ്റനാണ്. ആദ്യം, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സോളിഡ് സ്പിയർ ഓഫ് റേഡിയസ് ആർ എബൌട്ട് എനി ടാൻജൻറ്റ്. സോളിഡ് സ്പിയർ ആണ്, സോളിഡ് സ്പിയർ ആണ്. എബൌട്ട് എനി ടാൻജൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, എബൌട്ട് എനി ടാൻജൻറ്റ്. അപ്പോൾ നമുക്കറിയാം ടാൻജൻറ്റിൽ കൂടെ ഉള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ I ഈസ് ഈക്വൽ ടു ICM പ്ലസ് M ഇൻറ്റു D². നമുക്ക് പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. അതിൻ്റെ സെൻറ്ററിൽ കൂടെ വരുന്ന, സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ആക്സിസ് നമുക്കറിയാം സോളിഡ് സ്പിയർ ആകുമ്പം 2/5 mr². സോ I ഈക്വൽ ടു ICMൻ്റെ സ്ഥാനത്ത് 2/5 mr² പ്ലസ് M ഇൻറ്റു D². D എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്, അത് റേഡിയസ് ആണ്, പ്ലസ് mr². സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു 7/5 mr² എന്ന് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് A മാച്ചസ് വിത്ത് 2 ആണ്. A മാച്ചസ് വിത്ത് 2 ആണ്. ഇനി B, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഹോളോ സ്പിയർ. അതും ഒരു ടാൻജൻറ്റ് ചെയ്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹോളോ സ്പിയർ അതും ടാൻജൻറ്റ് ചെയ്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു ടാൻജൻറ്റ് ആക്സിസ് എടുക്കുന്നു, സെൻറ്റർ ഓഫ് മാസിലുള്ള ആക്സിസ്, വീണ്ടും നമ്മൾ പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്യാണ്. സോ I ഈസ് ഈക്വൽ ടു, ഒരു ഹോളോ സ്പിയറിന് നമുക്കറിയാം സെൻറ്റർ ഓഫ് മാസിലുള്ള ആക്സിസ് 2/3 mr² ആണ്. സോ 2/3 mr² പ്ലസ് M ഇൻറ്റു ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് mr². ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു 5/3 mr² വരും അല്ലേ. ഓക്കെ, സോ 5/3 mr² എന്ന് പറയുമ്പോൾ B 1 മാച്ച് ചെയ്യുന്നുണ്ട്. അടുത്തത്, ഒരു സർക്കുലർ റിംഗ് എബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. സർക്കുലർ റിംഗ് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ജോമെട്രിക്കൽ ആക്സിസ് ആണെങ്കിൽ സർക്കുലർ റിംഗ് mr² ആണ്. അതിൻ്റെ നേരെ ഹാഫ് വരും ഡയമീറ്ററിലേക്ക് പോകുമ്പോൾ, ദാറ്റ് ഈസ് mr²/2 വരും, mr²/2. സോ C മാച്ചസ് വിത്ത് 4. ആൻഡ് ഡിസ്കും അതുപോലെ തന്നെ കേട്ടോ. ജോമെട്രിക് ആക്സിസിൻ്റെ പകുതിയായിരിക്കും ഡയമീറ്റർ ആക്സിസ്. റിങ്ങിനും ഡിസ്കിനും ജോമെട്രിക് ആക്സിസിൻ്റെ പകുതിയായിരിക്കും ഡയമീറ്റർ ആക്സിസ്. ഒരു ഡിസ്കിൻ്റെ ജോമെട്രിക് ആക്സിസ് നമുക്കറിയാം mr²/2 ആണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ mr²/4 വരും. ദാറ്റ് ഈസ് D മാച്ചസ് വിത്ത് 3. സോ ഓപ്ഷൻ A ഈസ് യുവർ ആൻസർ. സിമ്പിൾ അല്ലേ? ഇതിലും സിമ്പിളായിട്ടൊക്കെ എങ്ങനെയാണ് JEE മെയിൻസിന് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, 1 കിലോഗ്രാം മാസുള്ളൊരു ഒബ്ജക്റ്റ് ആണ്. വെലോസിറ്റിയും തന്നിട്ടുണ്ട്, ആംഗുലർ മൊമെൻറ്റം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആംഗുലർ മൊമെൻറ്റം നോക്കാം. നമുക്കറിയാം L ഈക്വൽ ടു വെക്ടർ L ഈക്വൽ ടു R ക്രോസ് P ആണ്. സോ L ഈക്വൽ ടു ആറിൻ്റെ സ്ഥാനത്ത് പൊസിഷൻ വെക്ടർ 3i മൈനസ് j ക്രോസ് മൊമെൻറ്റം. മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മാസ് 1 കിലോഗ്രാം ആയതുകൊണ്ട് വെലോസിറ്റി മാത്രം എഴുതേണ്ട കാര്യമേ ഉള്ളൂ. ദാറ്റ് ഈസ് 3j പ്ലസ് k. ഓക്കെ, കാരണം മാസ് 1 കിലോഗ്രാം അല്ലേ. സോ ആംഗുലർ മൊമെൻറ്റം L ഈസ് ഈക്വൽ ടു, നമ്മൾ ആദ്യം I ക്രോസ് J എന്ന് പറഞ്ഞാൽ K, 3 അപ്പം 9k. പിന്നെ I ക്രോസ് K എന്ന് പറഞ്ഞാൽ മൈനസ് J ആണ്. സോ മൈനസ് 3j. പിന്നെ J ക്രോസ് J 0 ആവും, മൈനസ് J ക്രോസ് K അത് K ക്രോസ് J ആവും. K ക്രോസ് J എന്ന് പറഞ്ഞാൽ മൈനസ് I ആണ്. സോ മൈനസ് I. ഇതാണ് ആംഗുലർ മൊമെൻറ്റം. പക്ഷേ നമുക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ √9² 81 പ്ലസ് 3² 9 പ്ലസ് 1² 1, ദാറ്റ് ഈസ് √91 വരും, √91. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 91. വീണ്ടും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഫ്രം റിജിഡ് ബോഡി ഡൈനാമിക്സ്, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 5. ഒരു സോളിഡ് സ്പെറിക്കൽ ബോൾ ഒരു ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസിൽ റോൾ ചെയ്യുന്നു എബൌട്ട് ആക്സിസ് ഓഫ് സിമെട്രി. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമുക്കറിയാം ഒരു സോളിഡ് സ്പിയർ ആണ്. സോ ഹാഫ് I⍵². സോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു I 2/5 mr² ഇൻറ്റു ω².
2 ക്യാൻസൽ ചെയ്യാം. സോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി mr²ω²/5 വരും. അതാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ഇനി നമുക്ക് ടോട്ടൽ കൈനറ്റിക് എനർജി ഒന്ന് നോക്കാം. സോ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പം ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ. ഓക്കെ, ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഹാഫ് m ഇൻറ്റു v². വിക്ക് പകരം നമുക്ക് r⍵ കൊടുക്കാം, കാരണം പ്യൂർ റോളിങ്ങാണ്. അപ്പോൾ r²ω² വരും പ്ലസ് ഹാഫ് i⍵² ഓൾറെഡി നമ്മൾ സിംപ്ലിഫൈ ചെയ്തതാണ്. ദാറ്റ് ഈസ് mr²ω²/5 ആണത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 7/10 mr²ω². ഓക്കെ, സോ ദാറ്റ് ഈസ് എ ടോട്ടൽ കൈനറ്റിക് എനർജി. നമുക്ക് വേണ്ടതൊരു റേഷ്യോ ആണ്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെയും ടോട്ടൽ കൈനറ്റിക് എനർജിയുടെയും റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. സോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ബൈ ടോട്ടൽ കൈനറ്റിക് എനർജി, ആ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമുക്കറിയാം mr²ω²/5 ആണ്, ബൈ ടോട്ടൽ കൈനറ്റിക് എനർജി അത് 7/10 mr²ω² ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ mr²ω² നമുക്ക് അതുപോലെ ക്യാൻസൽ ചെയ്യാം. ബാക്കി 1/5 ഇൻറ്റു 10/7 വരും. 5 10 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/7. 2/7 വരും നമ്മുടെ ആൻസർ, ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 5 ഓപ്ഷൻ ബി. എഗെയിൻ എ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും നിങ്ങൾ പലതവണ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഐ എം ഷുവർ കണ്ടിട്ടുള്ളതെന്നല്ല, നിങ്ങൾ പലതവണ സോൾവ് ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യനാണ്. ഒരു ഡയറക്റ്റ് ഷോർട്ട് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു തിങ് സർക്കുലർ റിംഗ് ആണ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2 പോയിൻ്റ് ഒബ്ജക്ട്സ് അതിൻ്റെ ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് പോയിൻറ്റ്സിലേക്ക് വെക്കുന്നു. അപ്പോൾ അതിൻ്റെ ആംഗുലർ വെലോസിറ്റിക്ക് വരുന്ന ചേഞ്ച് എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാവുന്നൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യനാണിത്. സോ I1 ω1 is equal to angular momentum conservation, I2 ω2. That is I1 എന്ന് പറഞ്ഞാൽ ആദ്യം റിങ് മാത്രമേ ഉള്ളൂ. സോ mr² ഇൻറ്റു ആംഗുലർ വെലോസിറ്റി 2 ω1 ഈസ് ഈക്വൽ ടു I2 എന്ന് പറയുമ്പം റിങ് മാത്രമല്ല, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് 2 പോയിൻ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഒരു പോയിൻ്റ് ഒബ്ജക്റ്റിൻ്റെ mr² വരും, 2 പോയിൻ്റ് ഒബ്ജക്ട്സിനുണ്ട്. സോ 2mr² വരും ഇൻറ്റു ω2, പുതിയ ആംഗുലർ വെലോസിറ്റി. അപ്പോൾ ഇതിൽ ഈ r² ഒരു കോമൺ ടേം ആണ്, യു ക്യാൻ ക്യാൻസൽ ഇറ്റ്. സോ ω2 എന്ന് പറഞ്ഞാൽ 2m/M + 2m. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി വരും, ഓപ്ഷൻ സി. വീണ്ടും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൽ അല്പമെങ്കിലും സ്റ്റുഡൻസിനെ ഒന്ന് ചിന്തിപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഇതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ പെട്ടെന്ന് കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ, കണ്ടിട്ടില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല, ഇതും നമ്മൾ പഠിച്ചിട്ടുള്ള ടൈപ്പൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു റോളിംഗ് വീലുണ്ട്. അപ്പോൾ ആ വീൽ എന്താണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, ഡിസ്ക് ആണോ അതോ റിംഗ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു വീൽ എന്നുള്ള നമുക്കൊരു റിംഗ് എന്നുള്ള അസംഷനിൽ എടുക്കാം. അപ്പോൾ റിംഗ് എന്നുള്ള അസംഷൻ എടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു റോളിംഗ് വീൽ, റോളിംഗ് ആണ്, അപ്പോൾ പ്യൂർ റോളിംഗ് ആണ്, ഇൻക്ലൈൻഡ് പ്ലെയിനിലുണ്ട്. ഇത് 12 കിലോഗ്രാം മാസ്സാണ്, ഇത് 3 കിലോഗ്രാം മാസ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്കാണ് സ്ട്രിങ്ങിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ഇല്ല, സ്മൂത്താണ് കേട്ടോ. പക്ഷേ ഇവിടെ ഫ്രിക്ഷൻ വേണം, അത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്യൂർ റോളിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ ഈ വീല് റോൾ ചെയ്ത് താഴെ വരുമ്പോൾ ഉള്ള സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയെ പറ്റിയാണ് ചോദ്യം. അപ്പോൾ ഈ വീല് റോൾ ചെയ്ത് താഴെ എത്തി കഴിയുമ്പോഴേ, വീല് റോൾ ചെയ്ത് താഴെ എത്തി. ഓക്കെ, അപ്പോൾ ആ സമയം ഇത് സ്ലൈഡ് ചെയ്ത് മുകളിലെത്തും, ഇവിടെ എത്തും. അപ്പോൾ ഫ്രിക്ഷൻ ഇവിടെ നടക്കുന്നത് പ്യൂർ റോളിംഗ് ആണ്, അപ്പോൾ ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ സ്മൂത്ത് ആയതുകൊണ്ട് ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം കൺസർവേറ്റീവ് ഫോഴ്സസ് ആയതുകൊണ്ട് നമുക്ക് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇവിടെ എടുക്കാൻ പറ്റും. അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0. ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി 0 അല്ലേ. അപ്പം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു 0. അപ്പം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇനീഷ്യലി സിസ്റ്റം റെസ്റ്റിലാണ്, സോ
final kinetic energy. So final kinetic energy is equal to negative of final potential energy minus initial potential energy. That is final kinetic energy is equal to initial potential energy minus final. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് എടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതിൽ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഇനീഷ്യലി ഈ ബ്ലോക്ക് താഴെ നിൽക്കുകയാണ്. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് 0 എന്ന് എടുക്കാം, ഗ്രൗണ്ട് നമുക്ക് റെഫറൻസ് ആക്കാം. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ MGH, H ഹൈറ്റിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ 12GH അതാണ് സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. സിസ്റ്റത്തിൻ്റെ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇതിങ്ങ് താഴെ വന്നു. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആവും. ഇത് H ഹൈറ്റ് മുകളിൽ പോകും. അപ്പോൾ അത് MGH 3GH. ഓക്കെ, സോ ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ടേംസ്. ഇനി നമ്മൾ കൈനറ്റിക് എനർജി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് ഒരു V വെലോസിറ്റി, പിന്നെ ഒരു ആംഗുലർ വെലോസിറ്റി ഒമേഗയും കാണും. സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ഈ സ്ട്രിങ് എത്ര വെലോസിറ്റിയിലാണ് പോകുന്നത്? V വെലോസിറ്റിയിലാണ് ആ സ്ട്രിങ് പോകുന്നത്. അതേ വെലോസിറ്റി തന്നെ ആയിരിക്കും ഈ ബ്ലോക്കും പോകുന്നത്. കാരണം ആ സ്ട്രിങ്ങിൻ്റെ നീളം ഫിക്സ്ഡ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എലോങ്ങേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെയിം വെലോസിറ്റി ആയിരിക്കും. ട്രാൻസ്ലേഷൻ വെലോസിറ്റി സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജി ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇതിൻ്റേത് ഹാഫ് mv² വരും. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു m മാസ് 3 അല്ലേ. സോ ഹാഫ് 3 ഇൻറ്റു v² പ്ലസ് ഇതിന് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ വരും. ട്രാൻസ്ലേഷൻ ഹാഫ് mv² ഹാഫ് ഇൻറ്റു മാസ് 12 ഇൻറ്റു v² പ്ലസ് റൊട്ടേഷൻ ഹാഫ് ഇൻറ്റു I. നമുക്ക് ഈ വീല് കാരണം സ്പോക്സ് ഒക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മളത് റിങ് പോലെ അസ്യൂം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു റിങ്ങായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ mr² വരും. m 12 ഇൻറ്റു r². അപ്പോൾ ഹാഫ് I ഇൻറ്റു ω². ഓക്കെ, സോ ഫൈനൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ദിസ് ഈസ് 6. അപ്പോൾ 3/2 v² പ്ലസ് 6 v² പ്ലസ് ഇതും 6 വരും. 6 r² ഇൻറ്റു ω². പ്യൂർ റോളിംഗ് അല്ല, അപ്പോൾ ω/v/r. അപ്പോൾ ω² എന്ന് പറഞ്ഞാൽ v²/r² വരും. സോ r² കട്ട് ചെയ്യാം. അപ്പോൾ 6v² പ്ലസ് 6v² 12v² വരും. സോ 3/2 v² പ്ലസ് 12v². ഓക്കെ, സോ 12 പ്ലസ് 3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് പറഞ്ഞാൽ 3/2 1.5 അല്ലേ. അപ്പോൾ 13.5 വരും. ദാറ്റ് ഈസ് ഈക്വൽ 13.5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 27/2 ആണ്. സോ 27/2 v². സോ ദാറ്റ് ഈസ് ദ ഫൈനൽ കൈനറ്റിക് എനർജി. ഇനി അതെല്ലാം കൂടെ നമ്മൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ ആവും. ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ഈ കിട്ടിയ ഡേറ്റാസ് എല്ലാം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷൻ നമ്പർ 1 ഫൈനൽ കൈനറ്റിക് എനർജി 27/2 v² ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി 12GH മൈനസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി 3GH. സോ 27/2 v² ഈസ് ഈക്വൽ ടു 9GH എന്ന് വരും. നമുക്ക് 3 അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 വരും. സോ v² ഈസ് ഈക്വൽ ടു എന്താ വരുന്നത് 2/3GH എന്ന് വരും. v² ഈസ് ഈക്വൽ ടു 2/3GH എന്ന് വരും v². അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ വെലോസിറ്റി 1/2 √xgh എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് സ്ക്വയർ ചെയ്താലോ? 1/4xgh എന്ന് വരും. 1/4xgh എന്ന് വരും. ഒന്ന് സ്ക്വയർ ചെയ്താൽ ഓക്കെ. അപ്പോൾ നമുക്ക് v² സ്ഥാനത്ത് 1/4xgh കൊടുത്താൽ ഈസ് ഈക്വൽ ടു 2/3gh. gh ക്യാൻസൽ ആവും. സോ x ഈസ് ഈക്വൽ ടു 8/3 എന്ന് വരും. അപ്പോൾ x ഈക്വൽ ടു 8/3 അത് 2.67 അങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പം നിയർ ബൈ ഇൻറ്റിജറിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം 3. എനിക്ക് തോന്നുന്നത് NTA ഒഫീഷ്യൽ ആൻസർ കീഴിൽ അവർ 3 ആണ് ആൻസർ തന്നിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സോ x ഈസ് ഈക്വൽ ടു 3. ക്ലിയർ?
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പല സ്റ്റുഡൻസും ചിലപ്പം ആക്സലറേഷനൊക്കെ എടുത്ത് വെച്ച് ചെയ്യാൻ ശ്രമിച്ച് കാണും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ചെയ്യാൻ നല്ലത് വർക്ക് എനർജി തിയറം കൺസർവേഷൻ ഓഫ് വർക്ക് എനർജി തിയറം എടുക്കാം കേട്ടോ. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എടുത്ത് നമുക്ക് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റേറ്റ്. 2 ബ്ലോക്സ്, ഒരാളിന് 10 കിലോയാണ്, മറ്റേ ആളിന് 30 കിലോയാണ്. അവരെ സെയിം സ്ട്രെയിറ്റ് ലൈനിൽ വെച്ചിരിക്കുന്നു. വിത്ത് കോർഡിനേറ്റ്സ് ഇങ്ങനെയാണ് അതിൻ്റെ കോർഡിനേറ്റ്സ് വന്നിരിക്കുന്നത്. നമുക്ക് അവരൊന്ന് വരയ്ക്കാം ആദ്യം അല്ലേ. അപ്പോൾ നമുക്ക് 10 കിലോ ഉള്ളൊരു ബ്ലോക്കുണ്ട്, 30 കിലോ ഉള്ളൊരു ബ്ലോക്കുണ്ട്. 10 കിലോ 30 കിലോ ഇങ്ങനെ 2 ബ്ലോക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അവർക്കിടയിൽ ഒരു എക്സ് ഡിസ്റ്റൻസ് ഉണ്ട്. 10 കിലോഗ്രാം ബ്ലോക്കിനെ നമ്മളൊരു 6 സെൻറ്റിമീറ്റർ മൂവ് ചെയ്തു. 10 കിലോഗ്രാം ബ്ലോക്കിനെ നമ്മളൊരു 6 സെൻറ്റിമീറ്റർ മൂവ് ചെയ്തു കേട്ടോ. ഒരു 6 സെൻറ്റിമീറ്റർ ടുവേർഡ്സ് 30 കിലോഗ്രാം ബ്ലോക്ക്. 10 കിലോ നമുക്കൊരു 6 സെൻറ്റിമീറ്റർ മൂവ് ചെയ്തു. അപ്പം ഈ സിസ്റ്റം 10ഉം 30ഉം കൂടെ ചേർന്ന സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസിന് മാറ്റമൊന്നും വരാതിരിക്കണമെങ്കിൽ ഈ 30 കിലോഗ്രാം ബ്ലോക്കിന് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണമെന്നാണ് ചോദ്യം. സെൻറ്റർ ഓഫ് മാസിന് വ്യത്യാസമൊന്നും വരാതിരിക്കണമെങ്കിൽ ഈ 30 കിലോഗ്രാം ബ്ലോക്കിന് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് മാറാതിരിക്കണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആകെ 2 ഒബ്ജക്ട്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരാൾ സെൻറ്റർ ഓഫ് മാസിന്, അപ്പോൾ ഇവരുടെ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരും, ഇവർക്കിടയിൽ വരും. ഓക്കെ, ക്ലോസർ ടു 30 കിലോഗ്രാം ഇവിടെ വരും ഓരോ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് മാറാതിരിക്കണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആകെ 2 പേരല്ലേ ഉള്ളൂ. ഒരാൾ സെൻറ്റർ ഓഫ് മാസിന് അടുത്തേക്കാണ് വരുന്നതെങ്കിൽ മറ്റേ ആളും സെൻറ്റർ ഓഫ് മാസിന് അടുത്തേക്ക് വരണം. ഒരാൾ ദൂരേക്ക് പോയാൽ മറ്റേ ആളും ദൂരേക്ക് പോകണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ മാറാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ 10 സെൻറ്റർ ഓഫ് മാസിന് അടുത്തേക്ക് വന്നു. അപ്പോൾ 30ഉം എന്ത് ചെയ്യണം? സെൻറ്റർ ഓഫ് മാസിന് അടുത്തേക്ക് വരണം, എങ്കിലേ അത് ചേഞ്ച് ചെയ്യാതിരിക്കുകയുള്ളൂ. അപ്പോൾ 30 എത്ര ഡിസ്റ്റൻസ് അടുത്തേക്ക് വരണം, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ 30 നമുക്ക് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം, ഒരു 6 ഡിസ്റ്റൻസ് അടുത്തേക്ക് വന്നു എന്ന് അസ്യൂം ചെയ്യാം. ഒരു 6 ഡിസ്റ്റൻസ് 30 ഒരു 6 ഡിസ്റ്റൻസ് ക്ലോസർ വന്നു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. 30 ഒരു 6 ഡിസ്റ്റൻസ്. 2 മാസിൻ്റെയും മൊമെൻറ്റിൽ വന്ന വ്യത്യാസം സെയിം ആയിരിക്കണം. 2 മാസിൻ്റെയും മൊമെൻറ്റിൽ വന്ന വ്യത്യാസം, കാരണം 2 ബോഡി സിസ്റ്റം അല്ലേ. സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ മാറാതിരിക്കണമെങ്കിൽ 2 പേരുടെയും മൊമെൻറ്റിൽ വന്ന വ്യത്യാസം സെയിം ആയിരിക്കണം. മൊമെൻറ്റിൽ വരുന്ന ഒരു മാസിൻ്റെ മൊമെൻ്റ് എന്താ? മാസ് ഇൻറ്റു റെഫറൻസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതായത് എം ഇൻറ്റു ആർ, അതാണ് ഒരു മാസിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത്. മൊമെൻറ്റിൽ വരുന്ന വ്യത്യാസം, അപ്പോൾ മാസ് ഇൻറ്റു പൊസിഷനിൽ വന്ന വ്യത്യാസം എടുത്താൽ മതി. മാസ് ഇൻറ്റു പൊസിഷനിൽ വന്ന വ്യത്യാസം. അപ്പോൾ 10 കിലോഗ്രാമിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റ് എന്താണ്? 10ൻ്റെ മാസ് ഇൻറ്റു പൊസിഷനിൽ വന്ന വ്യത്യാസം, ദാറ്റ് ഈസ് 6. അപ്പോൾ 10ൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റ് 10 ഇൻറ്റു 6 സെൻറ്റിമീറ്റർ ആണ് ചേഞ്ച് ഇൻ മൊമെൻറ്റ്. അതും 30 കിലോഗ്രാമിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ 2 പേരുടെയും ചേഞ്ച് ഇൻ മൊമെൻറ്റ്സ് ക്യാൻസൽ ആവണം, എങ്കിലേ സെൻറ്റർ ഓഫ് മാസ് മാറാതിരിക്കുകയുള്ളൂ. അപ്പോൾ 30യുടെ ചേഞ്ച് ഇൻ മൊമെൻറ്റ് എന്തായിരിക്കും? 30 ഇൻറ്റു പൊസിഷനിൽ വന്ന വ്യത്യാസം 6. സോ ജസ്റ്റ് 3 ദാറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ എന്ന് വരും. സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ തീരും ഒറ്റ സ്റ്റെപ്പിൽ. R ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. അപ്പം 30 കിലോഗ്രാം 2 സെൻറ്റിമീറ്റർ ടുവേർഡ്സ് ദ 10 കിലോഗ്രാം ബ്ലോക്ക് പോകണം. 2 centimeter towards the 10 kilogram block, that is option C. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ലെറ്റ് us move to the next question. The moment of inertia of a uniform thin rod about a perpendicular axis passing through one end is I1. അപ്പോൾ നമ്മുടെ കയ്യിലൊരു തിൻ റോഡുണ്ട്. അതിൻ്റെ മാസ് നമുക്ക് M ആണെന്നും അതിൻ്റെ ലെങ്ത്ത് L ആണെന്നും നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എൻഡിൽ കൂടെ ഒരു ആക്സിസ് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു എൻഡിൽ കൂടെ ഒരു ആക്സിസ് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I1 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ I1 ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഒരു റോഡിൻ്റെ ഒരു എൻഡിൽ കൂടെ പെർപെൻഡിക്കുലറായിട്ട് ലെങ്ത്തിന് പെർപെൻഡിക്കുലറായിട്ട് ആക്സിസ് പോയാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ mL²/3 ആണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mL²/3 ആണ്. ഇനി ഇവരെന്താ ചെയ്തിരിക്കുന്നത്?
ആ റോഡിനെ ബെൻഡ് ചെയ്തൊരു റിങ് ആക്കി. ഓക്കെ, അപ്പോൾ റോഡിനെ ബെൻഡ് ചെയ്ത് റിങ് ആക്കി കഴിയുമ്പോൾ ആ റോഡിൻ്റെ നീളം L ഈസ് ഈക്വൽ ടു ആ റിങ്ങിൻ്റെ പെരിമീറ്റർ 2πr ആവും. ഓക്കെ, സോ R ഈസ് ഈക്വൽ ടു L/2π എന്ന് കിട്ടും. എന്നിട്ട് ആ റിങ്ങിൻ്റെ ഡയമീറ്ററിൽ കൂടെ ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഒരു റിങ്ങിൻ്റെ ഡയമീറ്ററിൽ കൂടെ ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ mr²/2 ആണ്. സോ ദാറ്റ് ഈസ് I2. സോ I2 ഈസ് ഈക്വൽ ടു m ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ ബൈ 2 ആണ്. സോ I2 ഈസ് ഈക്വൽ ടു m/2 ഇൻറ്റു r² എന്ന് പറഞ്ഞാൽ L²/4π². ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു mL²/8π². ഇതാണ് I2. നമുക്ക് വേണ്ടത് I1/I2 ആണ് നമുക്ക് വേണ്ടത്. സോ therefore I1/I2 ഈസ് ഈക്വൽ ടു I1 എന്തായിരുന്നു mL²/3 അല്ലേ, ബൈ I2 എന്താണ് mL²/8π² അല്ലേ. അപ്പോൾ ഇതിൽ mL² നമുക്ക് കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 8π²/3 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 8π²/3 എന്ന് വന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ x π²/3. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ആരാ 8, എക്സിൻ്റെ സ്ഥാനത്ത് 8. സോ യുവർ ആൻസർ ഈസ് 8. ആൻസർ ഈസ് 8. ഓക്കെ, സോ എളുപ്പമല്ലേ, അത്ര ടഫൊന്നുമല്ല. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഷെല്ലാണ്, 1 കിലോ മാസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആംഗുലർ മൊമെൻറ്റം വേണം എബൌട്ട് ഒറിജിൻ O. ഈ ഒറിജിൻ റെഫറൻസ് ആക്കിക്കൊണ്ട് ഇതിൻ്റെ ആംഗുലർ മൊമെൻറ്റം വേണം. നമുക്കറിയാം ഇതൊരു റോളിംഗ് ബോഡിയാണ്. അപ്പം ആംഗുലർ മൊമെൻറ്റം L ഈസ് ഈക്വൽ ടു റോളിംഗ് കാരണമുള്ള ഇതിൻ്റെ റൊട്ടേഷനും ട്രാൻസ്ലേഷനും ഉണ്ടല്ലോ. അപ്പോൾ റൊട്ടേഷൻ കാരണമുള്ള ആംഗുലർ മൊമെൻറ്റം ദാറ്റ് ഈസ് I ഒമേഗ. I എന്ന് പറയുമ്പം I ഒമേഗ പ്ലസ് ട്രാൻസ്ലേഷൻ കാരണമുള്ള ആംഗുലർ മൊമെൻറ്റം P ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ലീനിയർ മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് L ഈസ് ഈക്വൽ ടു I. ഇതൊരു ഷെല്ലല്ലേ, സോ 2/3 mr² ഇൻറ്റു ഒമേഗ പ്ലസ് ലീനിയർ മൊമെൻറ്റം. നമുക്ക് റോളിംഗ് ആയതുകൊണ്ട് ഒരു വെലോസിറ്റി V ഉണ്ട്. സോ mv പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ് നമ്മുടെ റെഫറൻസ്, ഇതാണ് ലീനിയർ മൊമെൻറ്റം. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് വരും, ദാറ്റ് ഈസ് R. അപ്പോൾ mvr വരും. ഓക്കെ, mvr. ഇനി വിക്ക് പകരം നമുക്ക് പ്യൂർ റോളിംഗ് ആയിട്ട് R ഒമേഗ കൊടുക്കാൻ പറ്റും. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ L ഈസ് ഈക്വൽ ടു 2/3 mr² ഒമേഗ പ്ലസ് mvr. വിക്ക് പകരം R ഒമേഗ കൊടുത്താൽ mr² ഒമേഗ വരും. സോ ആംഗുലർ മൊമെൻറ്റം എബൌട്ട് ദ ഒറിജിൻ L ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ 5/3 mr² ഒമേഗ വരും. ഇനി മാസ് 1 കിലോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ എമ്മിൻ്റെ സ്ഥാനത്ത് നമുക്ക് 1 കൊടുക്കാം. അപ്പോൾ L ഈസ് ഈക്വൽ ടു 5/3 r² ഒമേഗ വരും. അപ്പോൾ ഈ എയുടെ സ്ഥാനത്ത് ആരാ 5 അല്ലേ എയുടെ സ്ഥാനത്ത്. സോ ഓപ്ഷൻ C ഈസ് യുവർ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 10. ഒരു JEE പ്രിപ്പറേഷൻ നടത്തുന്ന സ്റ്റുഡൻറ്റ് ഒരു തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. എല്ലാവരും ചെയ്തിട്ടുണ്ടാകും, ശരിയായി കറക്റ്റാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു ബോൾ സ്പിൻ ചെയ്യുന്നുണ്ട്, ആൽഫ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തീറ്റയുടെ എക്സ്പ്രഷനാണ് വേണ്ടത്. അപ്പോൾ ആൽഫ അവർ തന്നിരിക്കുന്ന ആൽഫ ഈസ് ഈക്വൽ ടു 6t² - 2t എന്നാണ് ആൽഫ തന്നിരിക്കുന്നത്. ആൽഫയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം, dω/dt എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 6t² - 2t. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു dω ഈസ് ഈക്വൽ ടു 6t² - 2t ഇൻറ്റു dt. നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. ഒമേഗയ്ക്ക് നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒമേഗയുടെ ലിമിറ്റ് എന്ത് വരും? ഇനീഷ്യലി 10 റേഡിയൻ/സെക്കൻഡ് ഉണ്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 to ഒമേഗയാണ്. ടൈമിൻ്റെ ലിമിറ്റ് 0 to t. ഓക്കെ, സോ ഇൻ്റഗ്രൽ d ഒമേഗ വരും.
integral d omega, it will become omega, that is 10 to omega, that is equal to 6t square integrate ചെയ്ത് കഴിഞ്ഞാൽ 6t cube by 3 minus 2 into t integrate ചെയ്ത് കഴിഞ്ഞാൽ t square by 2 വരും. Okay, so therefore omega minus 10 is equal to 2t cube minus t square വരും. So omega is equal to 2t cube minus t square plus 10 എന്ന് വരും ഒമേഗ. പക്ഷേ തീറ്റയാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഒമേഗ നമുക്ക് എങ്ങനെ എഴുതാം? ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2t ക്യൂബ് മൈനസ് ടി സ്ക്വയർ പ്ലസ് 10. സോ ഡി തീറ്റ ഈസ് ഈക്വൽ ടു 2t ക്യൂബ് മൈനസ് ടി സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു ഡി ടി. അപ്പോൾ തീറ്റയ്ക്ക് നമ്മൾ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീറ്റയുടെ ലിമിറ്റ് എന്ത് വരും? ഇനീഷ്യലി 4 റേഡിയൻ എന്ന് പറയുന്ന ആംഗുലർ പൊസിഷനിലായിരുന്നു. അപ്പോൾ 4 ടു തീറ്റ ടൈം 0 ടു ടി ടൈം 0 ടു ടി. ഓക്കെ, അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡി തീറ്റ തീറ്റ വരും, ലിമിറ്റ് 4 മുതൽ തീറ്റ വരെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടി റൈസ് ടു 4 ബൈ 4 മൈനസ് ടി ക്യൂബ് ബൈ 3 പ്ലസ് 10t വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് ടി റൈസ് ടു 4 ബൈ 2 മൈനസ് ടി ക്യൂബ് ബൈ 3 പ്ലസ് 10t പ്ലസ് 4 വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. സോ ടി റൈസ് ടു 4 ബൈ 2 മൈനസ് 10 ക്യൂബ് ബൈ 3 പ്ലസ് 10t പ്ലസ് 4, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. കുറച്ച് ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. ഒരു യൂണിഫോം ഡിസ്ക് ഉണ്ട്. ഇത് നമ്മൾ JEE മെയിൻസ് ലെവലിലൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു യൂണിഫോം ഡിസ്ക് ഉണ്ട്, ഡിസ്കിൻ്റെ മാസ് 4 കിലോ, റേഡിയസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. സോ ഇതിൻ്റെ വെയ്റ്റ് mg താഴേക്ക് ആക്ട് ചെയ്യുന്നു. ഇതിനൊരു എ ആക്സിലറേഷൻ താഴേക്ക്, ടെൻഷൻ ടി മുകളിലേക്ക്. അപ്പോൾ ഇവിടെയും അതേ ടെൻഷൻ ടി വരും. ഇതൊരു ആംഗുലർ ആക്സിലറേഷൻ ആൽഫ. ഓക്കെ, അപ്പോൾ ഇവൻ്റെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നിന്ന് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ mg മൈനസ് ടി ഈസ് ഈക്വൽ ടു ma എന്ന് വരും. ഇനി ആ താഴത്തെ ബ്ലോക്കിൻ്റെ മാസ് എത്രയാണ് വരുന്നത്? 2 കിലോഗ്രാം ആണ് ബ്ലോക്കിൻ്റെ മാസ്. സോ 2g minus t is equal to 2a. So that is equation number 1. അടുത്തായിട്ട് നമുക്ക് ഇവൻ്റെ ടോർക്ക് ഇക്വേഷൻ എഴുതാം. കാരണം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യല്ലേ. ഡിസ്കിൻ്റെ ടോർക്ക് ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് ടെൻഷൻ ഇൻറ്റു റേഡിയസ് വരും. അപ്പോൾ ടി ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു ഐ. ഡിസ്ക് അല്ലേ, ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ആൽഫ. നമുക്കറിയാം ഇവിടെ സ്ലിപ്പിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എ ഈസ് ഈക്വൽ ടു ആർ ആൽഫയാണ്. അപ്പോൾ ആൽഫയ്ക്ക് വരെ നമുക്ക് എ ബൈ ആർ കൊടുക്കാം. അപ്പോൾ ആറ് ക്യാൻസലായി പോവും. സോ ടി ഈസ് ഈക്വൽ ടു എം എ ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു എം 4 കിലോയാണ് ഇൻറ്റു എ ബൈ 2. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2a എന്ന് കിട്ടി. നമ്മുടെ ചോദ്യം ടെൻഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എ ഈസ് ഈക്വൽ ടു ടി ബൈ 2 ആണെന്ന് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2g മൈനസ് ടി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് ടി ബൈ 2. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2g ഈസ് ഈക്വൽ ടു 2t എന്ന് വരും. സോ ടി ഈസ് ഈക്വൽ ടു ജി വരും. T is equal to G വരും. That is equal to 10. So tension in the cord is 10. That is question number 12. 10 വരും ആൻസർ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ച് എളുപ്പം കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. 1 or 2 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോഴ്സ്, പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. ടോർക്ക്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്.
സോ ടോ ഈസ് ഈക്വൽ ടു നമ്മൾ ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ ആറിൻ്റെ ടേംസ് എടുത്തു കഴിഞ്ഞാൽ 2 1 2 ഫോഴ്സിൻ്റെ ടേംസ് എടുത്ത് കോഎഫിഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ 3 4 -2 ഓക്കെ. സോ ഫ്രം ദാറ്റ് നമ്മൾ ടോർക്ക് ഒന്ന് എടുത്തെഴുതി കഴിഞ്ഞാൽ ടോ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു റോയും കോളോ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 -8 ദാറ്റ് ഈസ് -10 വരും, -j ഇൻറ്റു 2 × 2 -4 -6 -10 വരും, പ്ലസ് k ഇൻറ്റു 4 × 2 8 8 - 3 5 വരും. ഓക്കെ. സോ അവർ ടോർക്ക് ബിക്കംസ് -10i cap പ്ലസ് 10j cap പ്ലസ് 5k cap. ഓക്കെ, ദിസ് ഈസ് യുവർ ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി വരും. ഇതൊക്കെ ബോണസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എല്ലാവർക്കും സിമ്പിളായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നൗ കം ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതായിരുന്നു റൊട്ടേഷണൽ ഡൈനാമിക്സ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മൊത്തത്തിൽ ഈ സെഷൻ 1-ൽ വന്നത്. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് 4 ബോഡീസ് സെയിം മാസ് m ആണ്, റേഡിയസ് 2r ആണ്. ഓക്കെ, അത് മറക്കല്ല കേട്ടോ. സോ ഫസ്റ്റ് I1 എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് സ്പിയർ അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. സോ I1 ഈസ് ഈക്വൽ ടു സോളിഡ് സ്പിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് 2/5 mr² ആണ്. അപ്പോൾ ഇവിടെ 2/5 m ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് 2r ആണ്. അപ്പോൾ 2r സ്ക്വയർ. സോ ദാറ്റ് ഈസ് 2/5 m ഇൻറ്റു 4r² വരും. 4 × 2 8. സോ 8 mr²/5. അതാണ് I1. I2 മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് സിലിണ്ടർ അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് സിലിണ്ടർ അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. സോളിഡ് സിലിണ്ടറിൻ്റെ mr²/2 ആണ്. അപ്പോൾ ഇവിടെ m ഇൻറ്റു r², 2r സ്ക്വയർ 4r² വരും, mr²/2. സോ I2 ഈസ് ഈക്വൽ ടു 2mr² വരും. ഓക്കെ. I3 മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സോളിഡ് സർക്കുലർ ഡിസ്ക് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ആണ്. അത് mr²/4 ആണ്. mr²/4 ആണ്. അപ്പോൾ mr²/4 ആണ്. സോ ദാറ്റ് ഈസ് I3 ഈസ് ഈക്വൽ ടു ഇവിടെ m ഇൻറ്റു r² എന്ന് പറഞ്ഞാൽ 2r സ്ക്വയർ, ദാറ്റ് ഈസ് 4r²/4 വരും. ദാറ്റ് ഈസ് I3 ഈസ് ഈക്വൽ ടു mr² വരും. I4 മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് തിൻ സർക്കുലർ റിംഗ് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. റിംഗ് എബൌട്ട് ഡയമീറ്റർ വന്നാൽ mr²/2 ആണ്. അപ്പോൾ ഇവിടെ അത് m ഇൻറ്റു r² എന്ന് പറഞ്ഞാൽ 4r²/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2mr² വരും, 2mr² വരും. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിലതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമുക്ക്. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിലോട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു I2 പ്ലസ് I3 പ്ലസ് I4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു I2 എന്താ 2mr² ആണ്, പ്ലസ് I3 mr² ആണ്, പ്ലസ് I4 2mr² ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 1 3 ആണ്, 3 × 2 6 ആണ്, 6 + 2 8 ആണ്. സോ 8mr² വരും. ഓക്കെ, ഈ 8mr² x ഇൻറ്റു I1 ഈക്വൽ ആണ്. 8mr² x ഇൻറ്റു I1 ഈക്വൽ ആണ്. ഈ 8mr² x ഇൻറ്റു I1 ഈക്വൽ ആണ്. അപ്പോൾ 8mr² ഈസ് ഈക്വൽ ടു x ഇൻറ്റു I1 എന്താ 8/5 mr² ആണ്. 8/5 mr² ആണ്. അപ്പോൾ 8mr² കട്ടാവും, x ഈക്വൽ ടു 5 വരും. x ഈക്വൽ ടു 5. സോ ദ വാല്യൂ ഓഫ് x ഈസ് 5. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് JEE മെയിൻസ് ഫസ്റ്റ് സെഷനിൽ 2022 റൊട്ടേഷണൽ ഡൈനാമിക്സ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. സെക്കൻഡ് സെഷൻ എല്ലാവർക്കും നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു.